നമസ്തേ. ഇന്ന് വലിയ നോമ്പിന്റെ 22ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 22ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇന്ന് നോമ്പിലെ 4ാമത്തെ ഞായറാണ്. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ ഒരു ചോദ്യമുണ്ട്. എൻ്റെ വിശ്വാസം എപ്രകാരം ദൈവത്തിൽ അടിയുറച്ചതാണ്? ഇന്നത്തെ എവൻഗേലിയോൻ ഭാഗം നാം ധ്യാനിക്കുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15ാമത്തെ അധ്യായം 21 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങളാണ് എവൻഗേലിയോൻ ഭാഗം. അവിടെ കനാന്യ സ്ത്രീയും യേശുവുമായുള്ളതായ ഒരു സംഭാഷണത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിത അനുഭവങ്ങളിൽ സ്ഫുടം ചെയ്തതായ വിശ്വാസത്തെയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അരികിൽ തൻ്റെ മകളുടെ സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആശ്രയപൂർവം സമീപിക്കുന്നതായ കനാന്യ സ്ത്രീയും യേശുവുമായുള്ളതായ ഒരു അഭിമുഖീകരണമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. സ്ത്രീയുടെ വിശ്വാസത്തെ പ്രശംസിക്കുന്ന യേശു മകളുടെ സൗഖ്യം എന്ന ആവശ്യം സഫലീകരിക്കുകയും ചെയ്തു. ഒരു കനാന്യ സ്ത്രീയുമായി സംവദിക്കുകയും അവളുടെ വിശ്വാസത്തെ പ്രശംസിക്കുകയും ആവശ്യത്തെ അംഗീകരിക്കുകയും ചെയ്ത യേശു ദൈവരാജ്യത്തിന്റെ അതിര് വിശാലമാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ദൈവിക രക്ഷയുടെ സാർവത്രികതയെ വെളിപ്പെടുത്തിയതായ ക്രിസ്തുവിന്റെ സഞ്ചാരത്തെയാണ് ഈ നോമ്പ് കാലങ്ങളിൽ നാം കാണുന്നത്. ഈ കനാന്യ സ്ത്രീ വിശ്വാസപൂർവം ക്രിസ്തുവിന്റെ സവിധത്തിലേക്ക് അണയുകയാണ്. തൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവൾ വിശ്വസിച്ചു. കനാന്യ സ്ത്രീയുടെ വിശ്വാസം നമ്മെ ഈ വലിയ നോമ്പിൽ ഒരു ആഴത്തിലുള്ളതായ പാഠമാണ് പഠിപ്പിക്കുന്നത്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൾ യേശുവിന്റെ മുമ്പിൽ നിലവിളിക്കുകയാണ്. ആദ്യം യേശു മൗനം പാലിച്ചുവെങ്കിലും പിന്നെ അവളുടെ അപേക്ഷയെ പരീക്ഷിക്കുന്നത് പോലെ സംസാരിച്ചു. എന്നാലും അവൾ പിന്മാറിയില്ല. അവളുടെ വിശ്വാസത്തിന്റെ നിലപാടിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ പറയുന്നുണ്ട്, നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് വിശപ്പകറ്റുന്നു. ഇത് ഒരമ്മയുടെ നിരാശയല്ല, ഇത് ഒരടങ്ങാത്ത വിശ്വാസത്തിന്റെ നിലപാടായിരുന്നു. ഈ വലിയ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടാകുക, മറുപടി വൈകുമ്പോഴും പിന്മാറാതിരിക്കാൻ വിനയത്തോടെ കൃപ തേടുക. യേശു അവസാനം അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. അവളുടെ മകൾ സൗഖ്യം പ്രാപിച്ചു. അവളുടെ വിശ്വാസം എത്രമാത്രം വലിയതായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് വിശ്വാസത്തിന് എത്രമാത്രം മാർക്ക് നാം കൊടുക്കുന്നുണ്ട്? നമ്മുടെ ജീവിതം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചതാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഇന്ന് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, മൗനം അനുഭവിക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിൽ നിലകൊള്ളുന്നുണ്ടോ? അല്ലെങ്കിൽ ദൈവം മറുപടി നൽകാത്തതുപോലെ തോന്നുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നുണ്ടോ? പ്രിയരെ, ഈ നോമ്പ് ഒരു ക്ഷണമാണ്. വിനയത്തോടും
ഉറച്ച വിശ്വാസത്തോടും കൂടി കർത്താവിൻ്റെ കരുണയുടെ വാതിൽ തട്ടാനുള്ളതായ ഒരു ക്ഷണം. ഇവിടെ മകളുടെ സുസ്ഥിതിക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തതായ അമ്മയെ നാം കാണുന്നു. വിപരീത ജീവിത അനുഭവങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യേ തളർന്നു പോകാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും അതിനെ അതിജീവിച്ചതായ കനാന്യ സ്ത്രീ എക്കാലത്തും വിശ്വാസികൾക്കൊരു മാതൃകയാണ്. യഹൂദർക്ക് നഷ്ടമായ വിശ്വാസം കനാന്യ സ്ത്രീയിൽ കണ്ട യേശു അവളെ പ്രശംസിക്കുകയാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. നമുക്കും കർത്താവിന്റെ ആ പ്രശംസ പിടിച്ചു പറ്റുവാൻ ഈ നോമ്പ് കാലത്ത് ഇടയായി തീരട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പ്രാർത്ഥനയിൽ ഞാൻ തളരാതിരിക്കുവാൻ എനിക്ക് വിശ്വാസം തരണമേ. നിന്റെ മൗനത്തിലും ഞാൻ നിന്നിൽ വിശ്വസിക്കട്ടെ. അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളെ അങ്ങയിലുള്ള ആശ്രയത്തിൽ നേരിടുവാനും അതിജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.